എന്തായാലും നോക്കാം. അവലോസ് പൊടി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. കുറച്ച് അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറെ അവലോസ് പൊടിയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ അവലോസ് പൊടിക്കൊക്കെ തേങ്ങ നന്നായിട്ട് വേണം. കുറച്ചൊക്കെയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് ആ 2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ പച്ചരിന്ന് വെള്ളം ഊറ്റി കളയണം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നാൽ മാത്രമേ പച്ചരിന്ന് വെള്ളം നന്നായിട്ട് വാർന്നു പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കരുത്. നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ പൊടിക്കുന്ന പോലെ ചെറിയ തരിയോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിവിടെ 1 കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1 കപ്പ് അരി എടുത്തപ്പോൾ 1 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. പിന്നെ ജീരകം വേണം. ഈ 3 കൂട്ടം സാധനങ്ങളാണ് അവലോസ് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ അവലോസ് പൊടി ആക്കാന്ന്. ഇനി അവലോസ് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന അരിപ്പൊടിയും തേങ്ങയും ജീരകവും 1 നുള്ളു ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ വെക്കണം. അപ്പോൾ തേങ്ങയുടെ ഉള്ളിൽ നിന്ന് ആ തേങ്ങയുടെ വെള്ളമൊക്കെ ഈ അരിപ്പൊടിയിൽ നന്നായിട്ട് മിക്സ് ആവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന അരിപ്പൊടി ചേർക്കാം. ഞാൻ ഇതേപോലെയാണ് അരി മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്തേക്കുന്നത്. അത് നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. പക്ഷേ ഈ പൊടിയിൽ ചെറുതായിട്ട് തരി ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ തരി പോലെ വേണ്ട. നനഞ്ഞ പൊടി ആയതുകൊണ്ട് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അത്ര പെട്ടെന്ന് നന്നായിട്ട് പൊടിഞ്ഞു പോവില്ല. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. അവലോസ് പൊടിക്ക് ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. അവലോസ് പൊടിക്ക് തേങ്ങ ഇത്ര കണക്കെന്നുള്ള കൃത്യമായിട്ടൊരു കണക്കൊന്നുമില്ല. തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അവലോസ് പൊടിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരുപാട് ചേർക്കരുത്. നമ്മൾ പായസത്തിലേക്ക് മധുരം ചേർക്കുമ്പോൾ അത്യാവശ്യം മധുരം ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറേ മധുരം ചേർത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് രസം ഉണ്ടാവില്ല. അതേപോലെ തന്നെ തേങ്ങ. ഇതിലേക്ക് നമുക്ക് ജീരകം ചേർക്കാം. ജീരകം കുറച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. ഉപ്പ് ഒരു പേരിന് മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തേങ്ങയുടെ ഉള്ളിൽ നിന്ന് ഈ വെള്ളമൊക്കെ ഈ അരിപ്പൊടിയിലേക്ക് മിക്സ് ആവണം. ഇത് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കട്ട പോലെ പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വിടിയിച്ചിടണം. നമ്മൾ മിക്സിയിലൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ഈ മിക്സിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ അത് പൊടിഞ്ഞിട്ടുണ്ടെങ്കിലും അതിങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കും. തേങ്ങ ഈ അരിപ്പൊടിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒതുക്കി വയ്ക്കാം. അതുകഴിഞ്ഞിട്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ അവലോസ് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഈ പൊടി നമ്മൾ ഏറ്റാദ്യം കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പൊടി വറുത്തെടുക്കാൻ പോകുന്നതിന് മുമ്പ് കൈ കൊണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ചേക്കണം പൊടി ചേർക്കുക. പൊടി വറുത്തെടുക്കുക. അത് ഏറ്റാദ്യം വറുത്തെടുക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. അത് കഴിഞ്ഞ് ഇതൊരു പകുതി വറവായിട്ട് വരുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. അവലോസ് പൊടി നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ അവലോസ് പൊടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇത് ഇതിനകത്ത് തന്നെ വെക്കരുത്. ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂടോട് കൂടിയിട്ട് ഈ അവലോസ് പൊടി കരിഞ്ഞു പോകും. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അവലോസ് പൊടി വറുത്തെടുത്തത് റെഡി ആയിട്ടുണ്ട്.